NDPS ആക്ട് 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. എന്താണ് NDPS ആക്ട്? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഉൽപ്പാദനം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിനായി നിലവിലുള്ള നിയമമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985. മയക്കുമരുന്നിനെ സംബന്ധിക്കുന്ന നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമം. മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിനും കർശനമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമം. മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ അനധികൃത കടത്തലിന് ഉപയോഗിച്ചതോ കടത്തലിൽ നിന്ന് നേടിയതോ ആയ സ്വത്ത് കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നിയമം. മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെ വ്യവസ്ഥകളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിയമം. ഇതാണ് NDPS ആക്ട്. NDPS ആക്ട് 1985 ബില്ലിൽ ലോക്സഭ പാസാക്കിയത് 1985 ആഗസ്റ്റ് 23-നാണ്. ബിൽ അംഗീകരിച്ചത്, അതായത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1985 സെപ്റ്റംബർ 16-നും. ആക്ട് നിലവിൽ വന്നത് 1985 നവംബർ 14-നാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്സ്, അതായത് ഈ NDPS ബില്ല് അംഗീകരിച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൻസിംഗ്. NDPS ആക്ടിന്റെ സെക്ഷൻസ് 83 സെക്ഷനും 6 ചാപ്റ്റേഴ്സും ഒരു പട്ടികയുമാണ് ഉള്ളത്.